കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാതെ സർക്കാർ തറവില പ്രഖ്യാപിക്കാത്തതിനാൽ കശുവണ്ടി കർഷകർ തീർത്തും നിരാശരാണ്. വിപണിയിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിന് 100 ഗ്രാമിന് 170 രൂപ വരെ ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോയ്ക്ക് പരമാവധി ലഭിക്കുന്നത് 150 രൂപ മാത്രം. കശുവണ്ടി സീസൺ തുടങ്ങിയിട്ടും തറവിലയിൽ തീരുമാനമില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആയിരങ്ങളായ കശുവണ്ടി കർഷകർ നിരാശയിലാണ്. ഏതാനും മൊത്ത കച്ചവടക്കാരാണ് നിലവിൽ കശുവണ്ടി വിപണി നിയന്ത്രിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സീസൺ ആരംഭത്തിൽ തന്നെ മോഹവില ഇടിയുന്നത് കർഷകരെ ഏറെ വിഷമത്തിലാക്കുകയാണ്. നിലവിൽ 150 മുതൽ 120 രൂപ വരെയാണ് കിലോവിന് ലഭിക്കുന്നത്. പരിപ്പിന്റെ വില അടിസ്ഥാനമാക്കി കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 250 രൂപയെങ്കിലും തറവില നിശ്ചയിക്കണമെന്ന് കർഷക കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു. ഈ കാര്യം പലതവണ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തീരുമാനമില്ല. കശുവണ്ടിക്ക് 250 രൂപ കുറഞ്ഞ തറവില നിശ്ചയിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കണം എന്ന് നിരവധി തവണ നിവേദനങ്ങളിൽ കൂടെ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഇതുവരെയും ഗവൺമെന്റ് കേട്ടതായി പോലും ഭവിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം 50% കുറഞ്ഞിട്ടുണ്ട്. കൂലിച്ചെലവും ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് പിടിച്ചു നിൽക്കണമെങ്കിൽ 250 രൂപയിലധികം തറവില നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെന്റ് സംഭരിക്കണം. വിപണിയിൽ റോസ്റ്റഡ് മസാല അണ്ടിപ്പരിപ്പുകൾക്ക് 100 ഗ്രാമിന് മാത്രം 155 മുതൽ 170 രൂപ വരെ വില ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് ലഭിക്കുന്നത് കേവലം 150 രൂപ വരെ എന്നത് വലിയ പ്രതിഷേധമുയർത്തുന്നു. 2 തവണ വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് കറുപ്പടിച്ചെന്ന പേരിൽ വില കുത്തനെ കുറയ്ക്കുന്ന രീതികളും തറവില ഇല്ലാത്തതിനാൽ കശുവണ്ടി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.